വൃത്തത്തിൻ്റെ ആരം എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്ന് അതിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് ഏത് പോയിന്റിലേക്ക് എടുത്താലും അത് ആരമാണ്. അതിൻ്റെ ഇരട്ടി വരും വ്യാസം എന്ന് പറയുന്നത്. അങ്ങേറ്റം മുതൽ കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകുന്ന രേഖാകരണം അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ അതിന് വ്യാസം എന്ന് പറയും. ഡയമീറ്റർ ആരത്തിൻ്റെ നേരെ ഇരട്ടിയായിരിക്കും, ഡബിൾ വരും. ഇത്രയും കൂടെ വരും വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 2r. വൃത്തത്തിൻ്റെ ആരം സെൻറ്ററിൽ നിന്ന് വൃത്തത്തിൻ്റെ ഏത് പോയിന്റിലേക്ക് എടുത്താലും ആരമാണ്. അതിൻ്റെ വിസ്തീർണം അഥവാ പരപ്പളവ് കാണാനുള്ള ഫോർമുല πr² ചതുരശ്ര യൂണിറ്റ്. ഇനി അതിൻ്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് വൃത്ത പരിധി കാണാനുള്ള ഫോർമുല 2πr. പൈയുടെ വില 3.14 എന്നോ 22/7 എന്നോ എടുക്കാം. പരപ്പളവ് വിസ്തീർണം πr² ചതുരശ്ര യൂണിറ്റ്. അത് മീറ്റർ ആണ് മീറ്റർ സ്ക്വയർ, സെൻറ്റിമീറ്റർ ആണ് സെൻറ്റിമീറ്റർ സ്ക്വയർ. വൃത്തത്തിൻ്റെ പരിധി എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ്, അതായത് 2πr. എന്ന് പറയുന്നത് അതിൻ്റെ ആരം, ഡയമീറ്റർ എന്ന് പറയുന്നത് അല്ലെ വ്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി വരും.